കണ്ടില്ലേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ആദ്യമൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ ആ ചോദ്യങ്ങൾ തന്നെയാണ് റാഫി ഡേറ്റിൽ ഇത്രത്തോളം വളരാനുള്ള കാരണം. മുറ്റത്ത് മുല്ലക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ ഇവിടെയുള്ള ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് വയനാടിൻ്റെ സ്ട്രാറ്റജി, അല്ല എന്താണ് ഇവിടെയുള്ള സാധ്യതകൾ എന്നുള്ളത്. ഈ ഒരു ചിന്ത ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ വയനാട്ടിലൊരു അഡ്വർടൈസിങ് ഏജൻസി നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് റിസ്ക് ആണ്. പക്ഷെ ആ റിസ്ക് ഏറ്റെടുക്കാൻ റാഫി ഡേറ്റിൽ തയ്യാറായി. അതുകൊണ്ട് തന്നെ ഇന്ന് വയനാട്ടിലുള്ള ഒരുപാട് ബിസിനസ്സുകളുടെ ഗ്രോത്ത് പാർട്ട്ണറാണ് റാഫി ഡേറ്റിൽ. അതെ, നമ്മുടെ വയനാട്ടിൽ ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. പുറമേയുള്ള ആളുകൾ കൂടുതലും ബിസിനസ് സാധ്യത കാണുന്ന ഒരു ജില്ലയായിട്ട് ഇപ്പോൾ വയനാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാവി സാധ്യത മനസ്സിലാക്കി ഈ നാടിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ റാഫി ഡേറ്റിൽ എടുത്തിട്ടുള്ളത്. നമ്മുടെ വയനാട്ടിലുള്ള ബിസിനസ്സുകളൊന്നും ചെറുതല്ല. നമ്മുടെ സാധ്യതകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. മുമ്പ് മെൻഷൻ ചെയ്ത എറണാകുളം, കോഴിക്കോട് പോലുള്ള സിറ്റികൾ എടുത്ത് നോക്കിയാൽ അവിടെ മാർക്കറ്റിലുള്ള ഹെയർ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ട്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവിടെയുള്ള അഡ്വർടൈസിങ് ഏജൻസികൾ കോണ്ടന്റ് ആയിട്ടോ കൊടുക്കുന്നത്, മെൻഷൻ ചെയ്യുന്നത് വയനാടൻ ഹെയർ ഓയിൽ അല്ലെങ്കിൽ വയനാടൻ ഫുഡ്. ഇതാണ് വയനാട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡായിട്ട് പുറമേ ഉള്ള സിറ്റികൾ യൂസ് ചെയ്യുമ്പോൾ ആ വയനാട് ജില്ലയിലുള്ള നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ഓൺ പ്രൊഡക്ട്സിനെ ലോകോത്തര ബ്രാൻഡുകളോട് എത്തിച്ചുകൂടാ, അല്ലെങ്കിൽ ലോകം അറിയുന്ന ഒരു മാർക്കറ്റാക്കി മാറ്റിക്കൂടാ? ആ ഒരു ചിന്തയാണ് എന്നും റാഫി ഡേറ്റിൽ മുൻപിൽ കാണുന്നത്. ആ ഒരു ചിന്തയിലൂടെ വയനാടിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് റാഫി ഡേറ്റിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും. നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്നും റാഫി ഡേറ്റിൽ നിങ്ങളുടെ കൂടെയുണ്ട്.